നമ്മൾ ഇനിയും പ്രാർത്ഥിക്കണം. ഉസ്താദിൻ്റെ ആയുസ് നീട്ടിയാൽ നമുക്ക് രക്ഷയാണ്. അതെങ്ങാൻ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വേദന വളരെ വലുതാണ്. അർഹമുറാഹിമ റബ്ബേ, ഉസ്താദ് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഹസനാത്ത് എണ്ണിയാൽ തീരാത്ത ഹസനാത്തുകളാണ്. 1964 ബഹുമാനപ്പെട്ട ഉസ്താദ് സുൽത്താനുൽ ഉലമ വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് ബിരുദമെടുത്ത് നമ്മുടെ കേരളത്തിൽ വന്നു. ആദ്യമായി ദർസ് ആരംഭിച്ചു പൂനൂരിനടുത്തുള്ള മങ്ങാട്ട്. അത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. പലർക്കും കഴിയാത്ത രീതിയിൽ, പലർക്കും സാധ്യമല്ലാത്ത രീതിയിൽ വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹത്തിൻ്റെ പ്രിൻസിപ്പൽ മഹാനായ ഷെയ്ഖുൽ ഹദീസ് ഷെയ്ഖൻ നേതൃത്വത്തെ കൊണ്ടുവന്നാണ് ബുഖാരി തുടങ്ങിയത്. ഇങ്ങോട്ട് ആദ്യമായി എത്രയോ ആളുകൾ ദർശനം നടത്തുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു പ്രത്യേകത സുൽത്താനുൽ ഉലമക്ക് കിട്ടിയതാ. അന്ന് വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹത്തിൻ്റെ പ്രിൻസിപ്പൽ ബാക്കിയാത്തിൽ ബുഖാരി ക്ലാസ് എടുക്കുന്നത് മഹാനാണ്. എ പി ഉസ്താദിൻ്റെ ബുഖാരിയുടെ ആരംഭവും അദ്ദേഹത്തിൻ്റെ വായിലൂടെ തന്നെയാണ്. ആ ബർക്കത്താണ് അന്നു മുതൽ ഇന്നേ വരെ അടുത്ത ദിവസം ആശുപത്രിയിൽ പോകുന്ന ദിവസം വരെ റബീഉൽ അവ്വൽ 12 ഇവിടെ ബുഖാരി ദർസ്. ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് ഓരോ ദിവസവും 1000-ലധികം വരുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വഹീഹുൽ ബുഖാരി ക്ലാസ് എടുക്കുകയാണ്. ഉസ്താദിൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ആ ബുഖാരി ക്ലാസ്. മുതഅല്ലിമീങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ പുറമെ ധാരാളം ആലിമീങ്ങളും ഒരുപാട് സാധാരണക്കാരും ആ ബുഖാരി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മീഡിയകളിലൂടെ. ഇവിടെ വന്ന് ആ ബുഖാരിയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അങ്ങനെ ഞാനത് പറഞ്ഞത് ഏത് വിഷയത്തിലും ലഹു ഹീമമുൻ ലാ മുൻതഹാ ലി കിബാരിഹ വഹിമ്മതുഹു സൗറാ അജല്ലു മിനദ്ദുഹരി. മഹാനവറുകൾ ഉദ്ദേശിച്ച ഏത് വിഷയമാണെങ്കിലും അത് പരിപൂർണ വിജയം കണ്ട അനുഭവമാണ് നമുക്ക് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്ത തൗഫീഖ. ആ ബുഖാരി ദർസ് മാത്രമല്ല, അവിടുന്ന് ദർസ് ആരംഭിച്ചു ഏതാണ്ട് 1964. ആ ദർസ് ഇന്നും സത്യത്തിൽ നിലനിൽക്കുകയാണ്. അതിൻ്റെ ശേഷം കോളിക്കലും കാന്തപുരത്തുമൊക്കെ മഹാനവർ ദർസ് നടത്തിയിട്ടുണ്ട് മർക്കസിലേക്ക് വരുന്നതിന് മുമ്പ്. ആ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ടാണ് കോളിക്കൽ ദർസിൽ നിന്ന് മഹാനവകൾ പിരിയേണ്ടി വന്നത്. പക്ഷേ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഏറ്റവും വലിയ നേതാവ്, ഉപദേശിക്കുന്ന ആള്, ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട തങ്ങൾ അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങൾ കാന്തപുരത്ത് വന്ന് ദർസ് തുടങ്ങിയതാ. ദർസി രംഗത്തെ മാറ്റങ്ങൾ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇന്ന് നിങ്ങൾക്കറിയാം, ഒരു സെക്കൻഡും ഒഴിവില്ലാതെ മഹാനവറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വൈദാ ഫറഗ്ത വൻസബ് വൈലാ റബ്ബിക ഫർഗബ് എന്ന് അല്ലാഹു തആല പറഞ്ഞതുപോലെ ഒന്നിൽ നിന്നിട്ട് വിശ്രമത്തിലേക്കല്ല, മറ്റൊരു പ്രവർത്തനത്തിലേക്ക്. ഇത് ഇന്നും നിങ്ങൾ കാണുന്ന അനുഭവമാണ്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ദർസിനെ പറ്റി അത് വിശദമായി നമുക്ക് പിന്നെ പറയാം. സ്ഥിതി അത് തന്നെയാ. ഒരു സെക്കൻഡും ഒഴിവില്ലാതെ സാധാരണ മദ്രസകളിലും ദർസിലൊക്കെ ലീവ് ഉണ്ടാകും. റമളാനിനടുത്ത് ദർസുകളൊക്കെ ലീവ് കൊടുക്കാറുണ്ട് സാധാരണ. എ പി ഉസ്താദിന് ലീവില്ല. എ പി ഉസ്താദ് ആ ദിവസങ്ങളിൽ ദർസ് നടത്തുകയാണ്. ലാസ്റ്റ് സമയത്ത് അഥവാ റമളാനിന് തൊട്ട് മുമ്പ് വരെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ദർസിൽ ഞാൻ ഫത്വയിൽ മുന്നിൽ കിതാബുർ റഹീൻ മുതൽക്ക് 7 വർഷം പഠിച്ചതാ. ആ പഠനം വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിലെ പോകുന്നത് വരെ അവസാന ദിവസം ജസീരിയ വെള്ളിയാഴ്ച രാവിലെ ഓതി തന്നുകൊണ്ടാണ് ആ കിതാബ് പൂർത്തീകരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ആ കിതാബ്
പലരും ഓതലില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല എന്നത് വേദനയുടെ കാര്യങ്ങൾ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. അങ്ങനെ എല്ലാ കിതാബുകളും ഈ ദർസിന്റെ സമയം മാത്രമല്ല, വലിയൊരു